എല്ലാവർക്കും നമസ്കാരം. പള്ളിപ്പെരുന്നാൾ കൂടാൻ തലേന്ന് തന്നെ ഞാൻ കൊട്ടാരക്കരയിൽ എത്തിച്ചേർന്നു. സന്ധ്യയായപ്പം തന്നെ ഭക്തി നിർഭരമായ റാസയൊക്കെ ആരംഭിച്ചു. പെരുന്നാളുകൾ എപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. റാസയൊക്കെ കഴിഞ്ഞ് രാത്രി പള്ളിയിൽ വീണ്ടും എത്തിച്ചേർന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് എത്തി. രാവിലെ തന്നെ നമ്മുടെ നാത്തൂനാർ അപ്പങ്ങളും ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനല്ല, പള്ളിയിൽ നേർച്ച കൊടുക്കാനാണ്. രാവിലെ അപ്പം എല്ലാം ചുട്ട് പാക്ക് ചെയ്ത് ഞാനും എൻ്റെ നാത്തൂനാരൂടെ പള്ളിയിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിച്ചേർന്ന് കുർബാനയൊക്കെ കൂടി. 2 കൊച്ചു ഭക്തന്മാരിവിടെ പെരുന്നാൾ കൂടെ എത്തിയിട്ടുണ്ട്. ഓരോ പെരുന്നാളുകളും ഒത്തുചേരലിൻ്റെ അവസരങ്ങളാണ്. അനേക വർഷം കാണാതിരുന്നവരെയൊക്കെ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും. വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കാണാതിരുന്നവർ കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അതൊന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. പരസ്പരം എല്ലാവരും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ കൈമാറി അവരുടെ മക്കളെയൊക്കെ കാണാൻ സാധിച്ചു. എല്ലാവരെയും ഇതുപോലൊക്കെ കാണുക, എല്ലാവരുടെ അടുത്ത് സംസാരിക്കുക, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. എൻ്റെ മലയാളം പ്രൊഫസർ നിർമ്മൽ ടീച്ചറിനെ കണ്ട് ഒത്തിരി സന്തോഷം. നമ്മുടെ വല്യപ്പച്ചന്മാരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് നേർച്ചയും വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. എന്താണെന്ന് നേർച്ചയെന്ന് അറിയണ്ടേ? നല്ല അപ്പവും കോഴിക്കറി. പള്ളിയിലെ അപ്പവും കോഴിക്കറിയും നേർച്ച ചെയ്തൊരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. അത് കഴിച്ച് തന്നെ അറിയണം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.